ഹായ്, വെൽക്കം ടു ഹാൻഡ് ക്രാഫ്റ്റി. ആക്ച്വലി ഇതൊരു പ്ലാൻഡ് ആയിട്ട് എടുക്കുന്ന വീഡിയോ അല്ല, ഭയങ്കര റാൻഡമായിട്ട് എടുക്കുന്നതാണ്. ബട്ട് ഐ ഫീൽ ലൈക്ക് ഐ ഹാവ് ടു സ്പീക്ക് എന്ന് തോന്നിയത് തൊട്ട് ഞാൻ ഇപ്പോൾ തന്നെ എടുക്കും. ഈ വീഡിയോ ഇപ്പോൾ തന്നെ ആയിരിക്കും ഞാൻ അപ്ലോഡ് ചെയ്യണത്. ഇതിൽ വേറെ എഡിറ്റൊന്നും വരത്തില്ലായിരിക്കും. ബിക്കോസ് ദിസ് ഇസ് സംതിങ് ഐ വോണ്ട് ടു സേ ലൈക്ക് എന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്നവരും എന്നെ അറിയാമെന്നുള്ളവർക്കും വേണ്ടിയിട്ടും എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം. എനിക്കിപ്പോൾ ഇവിടെ നിന്ന് ട്രാവൽ ചെയ്ത് ജന്തർ മന്ദിർ വരെ പോകാനുള്ള പോസിബിലിറ്റി ഇല്ലാത്തതുകൊണ്ട് എൻ്റെ ഭാഗത്തു നിന്ന് എന്താ ചെയ്യാൻ പറ്റുന്നത്, മേ ബി ഇൻ ഫ്യൂച്ചർ എൻ്റെ ഫ്യൂച്ചർ ജനറേഷൻ എനിക്ക് ചോദിക്കുകയാണ് ഞാൻ എന്താ ചെയ്തതെന്ന് ചോദിച്ചാൽ എനിക്ക് ആകെ ചെയ്യാൻ പറ്റിയ കാര്യം ഇതായതുകൊണ്ട് ഞാൻ അത് ചെയ്യുവാണ്. ആൻഡ് കറണ്ട് ടൈം ഈസ് ലൈക്ക് ജൂലൈ 22 മോർണിംഗ്, ഏർലി നൈറ്റ് 12:45 2026 ആണ്. സോ ജസ്റ്റ് നൗ ലൈക്ക് ഞാൻ വീട്ടിൽ വന്നു, ഓൾമോസ്റ്റ് 11 o'clock ആയി. വീട്ടിൽ വന്ന് ഫോണൊന്ന് എടുത്തതേ ഉള്ളൂ. ഫോൺ എടുത്തപ്പോഴത്തേക്കും ലൈക്ക് ഇന്ന് ഓപ്പോസിഷൻ പാർട്ടി വന്നിട്ടുണ്ട് ജന്തർ മന്ദിറിൽ. അവരുടെ വകയായിട്ട് അവരിന്ന് സപ്പോർട്ട് ചെയ്യുന്നു, ലൈക്ക് മെയിൻലി കോൺഗ്രസിൻ്റെ സപ്പോർട്ട് ഇന്ന് വന്നിട്ടുണ്ട്. ബട്ട് എന്നെ ട്രിഗർ ചെയ്ത് അല്ലെങ്കിൽ ഇങ്ങനൊരു വീഡിയോ എടുക്കാൻ വേണ്ടി ട്രിഗർ ചെയ്തത് ഇതൊന്നുമല്ല. ഇന്നലത്തെ പ്രൊട്ടസ്റ്റിനൊന്ന് അതൊക്കെ കണ്ടപ്പോഴത്തേക്കും ഭയങ്കര വിഷമം തോന്നിച്ചു. എനിക്കിപ്പം 29 ആണ് ഏജ് വന്നിട്ട്. എൻ്റെ കോളേജ് കഴിഞ്ഞു. സ്റ്റിൽ ഐ വിഷ് ടു സ്റ്റഡി. പഠിക്കാൻ സമയം കിട്ടിയാൽ പഠിക്കണം എന്നുണ്ട്, മാസ്റ്റേഴ്സ് ചെയ്യണമെന്നുണ്ട്. അപ്പം ഞാൻ ഇപ്പോഴും ഇന്ത്യയിലെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ അല്ലെങ്കിൽ പഠിക്കണം അങ്ങനെ ഒരു ആഗ്രഹം വയ്ക്കുന്ന ഒരാളാണ്. അതുപോലെ തന്നെ എനിക്കറിയാവുന്ന കുറേ കുട്ടികളുണ്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഈവൻ എൻ്റെ 12th എക്സാമിൻ്റെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഐ ഫേസ് സംതിങ്. ആ സമയത്ത് എനിക്കുണ്ടായ വിഷമവും കാര്യങ്ങളൊക്കെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അപ്പം ഞാൻ എന്താ പറയാൻ വന്നതെന്ന് വെച്ചാൽ, പലരും വിചാരിക്കുന്നത് ഇതൊരു നീറ്റ് എക്സാം അല്ലെങ്കിൽ ഈ ഒരു നീറ്റ് എക്സാമിൻ്റെ പേപ്പർ ലീക്കായത് കൊണ്ട് മാത്രം വന്നൊരു പ്രശ്നമാണ്, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് അതിനെ ഒരു പ്രൊപ്പഗൻഡ ആയിട്ട് എടുത്തിട്ട് ഈ CJP എന്നൊരു പാർട്ടി രൂപീകരിച്ചു, അവരതിനെ കൊണ്ടുവന്നു സംസാരിക്കുന്നു. ബട്ട് ലിറ്ററലി അവരതിന് ഒരു മീഡിയം ആയെന്നേ ഉള്ളൂ. എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മളെ ചുറ്റും നടക്കുന്നത്, അതൊന്നും നമ്മൾ കാണാണ്ട് കംപ്ലീറ്റ്ലി അന്ധന്മാരായി പോകരുത്. മെയിൻലി എന്നിപ്പോൾ ട്രിഗർ ചെയ്ത കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ ഇൻസ്റ്റയിൽ ഫോളോ ചെയ്യുന്ന എനിക്കറിയാമെന്നുള്ളൊരു വ്യക്തി, പുള്ളി ആൻഡ് സമൺ ഷെയർഡ് ലൈക്ക് ദിസ് ഈസ് ജസ്റ്റ് ആൻ എക്സാം ഇഷ്യൂ. ഈ എക്സാമിന് റിലേറ്റ് ചെയ്ത് മാത്രമാണ്, അതിനെ ചുമ്മാ എന്താ പറയുക വലിയൊരു ഇഷ്യൂ ആക്കി ഈ ഒരു CJP പാർട്ടി ഉണ്ടാക്കി അതിന് കൊണ്ടുവന്നു അവരുടെ പാർട്ടി രൂപീകരിക്കാൻ വേണ്ടിയിട്ടൊക്കെ. അങ്ങനെയൊക്കെ തിങ്ക് ചെയ്താൽ ആലോചിച്ച് നോക്കിയേ, ഈ അഭിജിത്ത് ദിക്കുന്ന ഒരാൾക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടായിരുന്നോ നമുക്കൊക്കെ വേണ്ടി സംസാരിക്കാൻ വേണ്ടി? ലിറ്ററലി അവർ സംസാരിക്കുന്നത് നമുക്ക് വേണ്ടിയിട്ടാണ്, നമ്മളുടെ ഫ്യൂച്ചർ ജനറേഷന് വേണ്ടിയിട്ടാണ്. അതൊരു ബോധം ഉണ്ടായാൽ അത്രയും നന്നായിരിക്കും. ആൻഡ് എനിക്ക് പറയാനുള്ളത്, നിങ്ങളൊക്കെ എത്രയോ എങ്ങനെ വേണോ എടുത്തോട്ടെ, പക്ഷേ ലിറ്ററലി കാര്യം മനസ്സിലാക്കാൻ ശ്രമിക്കുക. എന്താണ് ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് നടക്കുന്നത്? ഇതിപ്പം മെയിൻലി എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൻ്റെ പ്രോബ്ലം മാത്രമല്ല, ബേസിക് ആയിട്ടുള്ള നമ്മളെ റൈറ്റ്സ് ആണ് ഇപ്പം എന്താ പറയുക ഇതാക്കിയേക്കുന്നത്. അവരൊക്കെ അവിടെ ചെന്ന് നടത്തിയേക്കുന്നത് പ്രോപ്പറായിട്ടുള്ള നോർമൽ ഹങ്കർ സ്ട്രൈക്ക് നടത്തിയ ഒരാളെ പിടിച്ചുകൊണ്ട് പോവുക, അതുപോലെ തന്നെ പീസ്ഫുള്ളായിട്ട് നടത്തിയ പ്രൊട്ടസ്റ്റിന് അടിച്ച് ഇത്രയും ബ്രൂട്ടലായിട്ട് അറ്റാക്ക് ചെയ്യുക. അതൊരു നോർമലായിട്ട് തോന്നുന്നുണ്ടോ? നാളൊരു സമയത്ത് ഇപ്പം നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടായിരിക്കും, നിങ്ങളെ വീട്ടിൽ നിങ്ങൾ സേഫ് ആയിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ജോലി ഉണ്ടായിരിക്കും, നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് എഡ്യൂക്കേഷൻ കിട്ടിയിട്ടുണ്ടായിരിക്കും. തിങ്ക് അബൌട്ട് യുവർ ഫ്യൂച്ചർ. വാട്ട് വിൽ ഹാപ്പൻ ടു ദം? ലൈക്ക് ലിറ്ററലി വാട്ട് വിൽ ഹാപ്പൻ ടു ദം ഇഫ് യു ഗോണ കീപ് സൈലൻറ്റ്? എനിക്കറിയാം ഞാനിത് സംസാരിച്ചുകൊണ്ട് വലിയ ചേഞ്ചൊന്നും ഉണ്ടാവത്തില്ല, വലുതായിട്ട് ആരും അത് മാറ്റർ ചെയ്യുന്നുണ്ടില്ല. പക്ഷേ മേ ബി വാട്ട് ഇഫ് അറ്റ്ലീസ്റ്റ് എൻ്റെ സബ്സ്ക്രൈബേഴ്സ് വന്നിട്ട് അറൗണ്ട് 600 സംതിങ് ആണ് ഇപ്പോഴത്തെ കൗണ്ട് വന്നിട്ട്. വാട്ട് ഐ നോ, ആ 600 ആളിൽ അറ്റ്ലീസ്റ്റ് ഒരാൾ ഈ കാര്യം മനസ്സിലാക്കുക, അവർക്ക് പറയാൻ പറ്റിയ മെസ്സേജ് ഒന്ന് പാസ് ഓൺ ചെയ്യുക. അതാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. ഐ നോ മൈ ഹസ്ബൻഡ് ഡസൻ നോ, ഹീ സ്ലീപ്പിംഗ്. ആൾക്ക് ഇതറിയത്തില്ല, ഞാനിങ്ങനെ വീഡിയോ എടുക്കുന്നത് ഇത് പോസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഒന്നും അറിയത്തില്ല. പക്ഷേ ഇത് എനിക്കിപ്പോൾ ചെയ്യണമെന്ന് തോന്നിച്ചു. ഇത് ഞാൻ ചെയ്യാണ്ടിരുന്നാൽ നാളെ ഞാൻ എന്താ പറയുക, എൻ്റെ ഫ്യൂച്ചർ ജനറേഷൻ എടുത്ത് ചോദിക്കും ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, ഞാൻ സൈലൻ്റ് ആയിരുന്നു എന്ന് പറയുമ്പം എനിക്ക് അതിൽ വരാൻ പോണ വിഷമം ഭയങ്കര അധികമായിരിക്കും. ഐ ഡോണ്ട് വോണ്ട് ടു ബി സൈലൻറ്റ്. ദിസ് ഈസ് സംതിങ് വെരി ബാഡ്. നമ്മൾ ഇന്ത്യ അറിയപ്പെടുന്ന ഇത്രയും വലിയൊരു ഡെമോക്രാറ്റിക് കൺട്രി ആയിട്ടാണ്, വേൾഡിൽ തന്നെ ഏറ്റവും ഡെമോക്രാറ്റിക് കൺട്രി ആയിട്ടാണ് നമ്മൾ ഇന്ത്യനെ കാണുന്നത് തന്നെ. ആ രാജ്യത്ത് നമ്മളിപ്പോൾ ഫേസ് ചെയ്യുന്ന സിറ്റുവേഷൻ എന്നാൽ നമുക്ക് ഈ എനിക്കറിയത്തില്ല, ഈ യൂട്യൂബ് വീഡിയോ ഒക്കെ ഇട്ടാൽ ചിലപ്പോൾ ഇതിനെ റിമൂവ് ചെയ്യപ്പെടുമോ എന്ന് എനിക്കറിയത്തില്ല. ബിക്കോസ് അവിടെ ജന്തർ മന്ദിറിൽ നടക്കുന്ന ഇഷ്യൂസ് അതുപോലത്തെയാണ്. ജാമേഴ്സ് വെച്ചിട്ട് ഫോൺ സിഗ്നൽസ് കിട്ടുന്നില്ല. ഈവൻ ലേഡീസിനെ വരെ മെയിൽ പോലീസുകാർ അറ്റാക്ക് ചെയ്യുന്നു. ഇതൊക്കെ ഓക്കെ ആയിട്ട് തോന്നുന്നുണ്ടോ?
എനിക്ക് ഓക്കെ ആയിട്ട് തോന്നുന്നില്ല. ഞാൻ പഠിച്ച എന്നെ സ്കൂളിലൊക്കെ പഠിപ്പിച്ചിട്ടുള്ള പൊളിറ്റിക്സ് ഇതല്ല. നമ്മളെയൊക്കെ പഠിപ്പിച്ചിട്ടുള്ളത് നമ്മളുടെ രാജ്യം ഏറ്റവും ഡെമോക്രാറ്റിക് ആയിട്ടുള്ള, നമുക്ക് എല്ലാവർക്കും സംസാരിക്കാനും നമുക്കെല്ലാവർക്കും ഈക്വൽ ആയിട്ടുള്ള റൈറ്റ്സ് ഉണ്ട് ഈ രാജ്യത്തിന്. എത്ര പവറുള്ളവരായിക്കോട്ടെ, എത്ര കാശുള്ളവരെ, ഈച്ച് ആൻഡ് എവറി സിറ്റിസൺ ഹാവ് ദാറ്റ് റൈറ്റ് എന്നുള്ള കാര്യമാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഞാൻ അതാ പഠിച്ചിട്ടുള്ളത്. ആൻഡ് ഐ ബിലീവ് ഇൻ ദാറ്റ് കോൺസ്റ്റിറ്റ്യുവൻസി. ലൈക്ക് അതാണ് നമ്മളെല്ലാവരും ബിലീവ് ചെയ്യേണ്ടതെന്ന് ഞാൻ വിചാരിക്കും. അല്ലാണ്ട് ഒരു പാർട്ടീനെ മാത്രമായിട്ട് വിശ്വസിക്കുന്നുണ്ടല്ലോ, അത് ഭയങ്കര നല്ലതല്ല. ഈവൻ എത്രയൊക്കെ പാർട്ടി, എനിക്ക് മനസ്സിലാച്ചിട്ട് BJP എന്ന് വെച്ചാൽ ഹിന്ദുക്കൾ ഉപയോഗിക്കുന്ന ഒരു പാർട്ടിയാണ്. ഹിന്ദു പാർട്ടി എന്നുള്ള രീതിയിൽ അത് മാർക്കറ്റ് ചെയ്യുകയാണ്. ബട്ട് ലിറ്ററലി ആർ ദേ സേവിങ് ഹിന്ദുസ് ഈവൻ? എനിക്കറിയത്തില്ല. ഞാൻ പാർട്ടീനെ പറ്റി ഇപ്പോൾ സംസാരിക്കുന്നത് ഡെഫിനറ്റ്ലി ഐ എം അഗെയിൻസ്റ്റ് BJP. പക്ഷേ ഒരിക്കലും എന്താ പറയുക, ഞാനിപ്പം പാർട്ടീനെ പറ്റിയിട്ടല്ല സംസാരിച്ചത്. ഞാൻ പറയുന്നത് ഇപ്പോഴത്തെ ഇവരുടെ ഒരു പോളിസി, ദിസ് ഈസ് നോട്ട് അറ്റ് ഓൾ റൈറ്റ്. ആൻഡ് അത് മനസ്സിലാക്കുക. അതിനൊരു എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന് എഗെയിൻസ്റ്റ് ആയിട്ട് വന്നൊരു പാർട്ടി രൂപീകരണത്തിൻ്റെ ഇതായിട്ടല്ല മേ ബി CJP വന്നിട്ടുള്ളത്. CJP ഈസ് ലൈക്ക് ടോക്കിംഗ് ഫോർ അസ്, ലിറ്ററലി ഫോർ അസ്, ഫോർ അവർ ഫ്യൂച്ചർ. നമ്മളിപ്പോൾ സൈലൻ്റ് ആയിട്ടിരിക്കുമ്പോഴത്തേക്കും നമ്മളെ ഫ്യൂച്ചറാണ് ഇവിടെ നന്നായി കേടായിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം തന്നെ നമുക്കറിയാം എന്തൊക്കെ പ്രശ്നങ്ങളാണ് നമ്മുടെ സൊസൈറ്റിയിലുള്ളത്. എവിടെ നിന്ന് പെട്രോൾ റേറ്റാണ് എവിടെ എത്തിപ്പെട്ടു. അതുപോലെ തന്നെ നമ്മളുടെ കറൻസിയുടെ വാല്യൂ തന്നെ എന്തുമാത്രം മാറിക്കഴിഞ്ഞു. ഇതൊക്കെ ആക്ച്വലി ഈ ഒരു പാർട്ടി വന്നതിന് ശേഷമാണെന്ന് എല്ലാവർക്കും പച്ചവെള്ളം പോലെ അറിയാം. എന്നാലും എല്ലാവരും സൈലൻ്റ് ആയിട്ടിരിക്കണം. എന്തിനാണ്? വി ഹാവ് ടു സ്പീക്ക് അപ്പ്. ഇന്ന് സംസാരിച്ചാൽ നാളെ നമുക്ക് അറ്റ്ലീസ്റ്റ് നമുക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ പണ്ടുള്ള ഒരു ഫ്രീഡം ഫൈറ്റിന് ഇറങ്ങിയോണ്ടാണല്ലോ ഇങ്ങനെയൊക്കെ നമുക്കും പഠിക്കാനും അതുപോലെ നമ്മൾ ഇത്രയും ഫ്രീ ആയിട്ട് നമ്മളെ വേൾഡ് നിൽക്കുന്നത്. ലിറ്ററലി കേരളത്തിൽ ജീവിക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ പല കാര്യങ്ങളും അറിയുന്നില്ല. ഞാൻ എൻ്റെ 1 ഇയർ ഇൻറ്റേൺഷിപ്പ് ചെയ്തപ്പോൾ തന്നെ ഞാൻ ഫേസ് ചെയ്തിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. അവിടെ നിന്നാണ് എനിക്ക് മനസ്സിലാക്കി ലൈക്ക് നമ്മുടെ കേരളം എന്ത് സ്വർഗ്ഗരാജ്യമാണ്, ലിറ്ററലി സ്വർഗ്ഗരാജ്യമാണ്. ആൻഡ് സീരിയസ്ലി ടു മൈ സബ്സ്ക്രൈബേഴ്സ്, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ ഇതൊരിക്കലും ഒരു പാർട്ടി രൂപീകരണത്തിനോ അല്ലെങ്കിൽ പാർട്ടിക്ക് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടിയിട്ടുള്ള സംഭവമാണ്. നമ്മൾ ഡെമോക്രസി എന്ന് പറയുന്നത് ഒരു മോശമായൊരു കാര്യമില്ല. ഡെമോക്രസി ലൈക്ക് അതാണ് നമുക്ക് റൈറ്റ്സ് തരുന്നത്. നമുക്ക് സംസാരിക്കാം, ഓരോരുത്തർക്കും സംസാരിക്കാനുള്ള റൈറ്റ്സ് അത് തന്നെ. പക്ഷെ അതിനെയാണ് ഇന്ന് ചോദ്യം ചെയ്യപ്പെട്ടത്. ലൈക്ക് ഈവൻ ഒപ്പോസിഷൻ ലീഡേഴ്സിനെ വരെ അവർ പോലീസുകാർ പിടിച്ചുകൊണ്ട് പോയേക്കുവാണ്. അത് ശരിയായിട്ട് തോന്നുന്നില്ല, എനിക്ക് ഒരിക്കലും തോന്നുന്നില്ല. ഞാൻ അതിന് എഗെയിൻസ്റ്റ് ആണ്. ആൻഡ് ഞാൻ ഇന്ന് ജസ്റ്റ് ഒരു വീഡിയോ കണ്ടതാണ്. ആ വീഡിയോയിൽ ഞാൻ ഫോളോ ചെയ്യുന്ന എനിക്ക് പരിചയമുള്ള ഒരാൾ ഷെയർ ചെയ്ത വീഡിയോ ആയിരുന്നു. ലൈക്ക് അതിൽ പറയണത് ഇത് ജസ്റ്റ് ഒരു നീറ്റിൻ്റെ എക്സാം പേപ്പർ ലീക്കായി, അതിൻ്റെ എക്സാം ഇനി വരാൻ പോകുന്നു, അത് സ്മൂത്തായിട്ട് നടക്കുന്നുണ്ട്. എഡ്യൂക്കേഷൻ മിനിസ്റ്റർ അതിന് വേണ്ടി വന്ന് മീഡിയയിൽ വന്ന് സോറി പറഞ്ഞു. ഇതാണോ ഇവിടെ പ്രശ്നം? ഇതാണോ ഇത്രയും നാൾ നടന്ന എത്ര സൂയിസൈഡ്സ് നടന്നിട്ടുള്ളതിൻ്റെ അടിസ്ഥാനമാക്കിയിട്ട് എത്ര പേരെ മരിച്ചിട്ടുള്ളത്? അത് ഈ ഒരു എക്സാം മാത്രമാണോ? എത്ര എക്സാംസ് അങ്ങനെ ലീക്കായിട്ടുണ്ട്? ഇതാണോ നമ്മൾ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ചെയ്യേണ്ടത്? ലിറ്ററലി അത് വലിയൊരു പ്രോബ്ലമായിട്ട് അവിടെ നിൽക്കുമ്പോഴത്തേക്കും ബാക്കി ഒരു സൈഡിലോ ഇത്രയും നാൾ നമ്മളെല്ലാവരെയും ലിറ്ററലി കാശ് കൊടുത്ത് പലതും ആൾക്കാരിൽ നിന്ന് മേടിച്ചെടുക്കുമ്പോൾ ഈ കാശ് ആവത്തില്ല ഒന്ന് മനസ്സിലാക്കുക. ആൻഡ് അന്ധന്മാരാവാണ്ടിരിക്കുക. എനിക്ക് ലിറ്ററലി എനിക്ക് കിടന്നിട്ട് ഉറക്കം വരുന്നില്ലായിരുന്നു. എനിക്കിത് സംസാരിച്ചില്ലെങ്കിൽ ഞാൻ ഇന്നത്തെ രാത്രി അല്ലെങ്കിൽ എൻ്റെ ലൈഫിൽ എനിക്ക് അത്രയ്ക്ക് വിഷമം വരുന്നതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്, ഞാനിത് ഷെയർ ചെയ്യണതും. ആൻഡ് മനസ്സിലാക്കാൻ പറ്റുന്നവർ കുറച്ച് എനിക്ക് മനസ്സിലാവിച്ചിട്ട് കേരളത്തിലുള്ളവർ കുറച്ച് ലിറ്ററസി ഉള്ളവരാണ്, അവർക്ക് മനസ്സിലാവും. ആൻഡ് റിയലി നിങ്ങൾ എന്നെ ഫോളോ ചെയ്യണം അല്ലെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്യണവരൊക്കെ അത് മനസ്സിലാവുമെന്ന് കരുതുന്നു. ആൻഡ് ഞാൻ ഈ പറഞ്ഞ പോലെ ഇൻസ്റ്റഗ്രാമിൽ ഞാൻ ഫോളോ ചെയ്യുന്ന ഒരാൾ ഇത് ഷെയർ ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം വന്നു. ആൻഡ് ഞാനൊരു ഇൻസ്റ്റഗ്രാം സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. ആൻഡ് ഐ റിയലി അൺഫോളോഡ് ദാറ്റ് പേഴ്സൺ. എനിക്ക് പേഴ്സണലി പരിചയമുള്ളൊരു വ്യക്തിയായിരുന്നു. ഞാൻ ആളെ അൺഫോളോ ചെയ്തു. ബിക്കോസ് എനിക്കിനി അതിന് ഒരിക്കലും ആയിക്കോട്ടെ പൊളിറ്റിക്കൽ വ്യൂസ് എന്തോ ആവാം, പക്ഷേ ഇതിനെ ഇങ്ങനെ എന്താ പറയുക ഭയങ്കര നന്നായിട്ട് കാണിച്ചെടുക്കുക അല്ലെങ്കിൽ ഇവർ ചെയ്യുന്നത് ശരിയാണെന്ന് പറയാം, തെറ്റിനെ നന്നാക്കുകയാണെന്നുള്ളത് അതൊരിക്കലും നല്ല കാര്യമല്ല. ഞാനത് സപ്പോർട്ട് ചെയ്യുന്നില്ല. ആൻഡ് ദിസ് ഈസ് വാട്ട് ഐ വോണ്ട് ടു സേ. ആൻഡ് ഇങ്ങനെ സംസാരിക്കാൻ പറ്റിയത് തന്നെ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അറ്റ്ലീസ്റ്റ് ഐ സ്പോക്ക് ഫോർ മൈസെൽഫ്, സ്പോക്ക് മൈ ഫ്യൂച്ചർ. ലൈക്ക് എൻ്റെ ഫ്യൂച്ചറിന് വേണ്ടി ഞാൻ ഇപ്പോൾ സംസാരിച്ചിട്ടുണ്ട്. ആൻഡ് ഐ എം റിയലി ഹാപ്പി അബൌട്ട് ഇറ്റ്. സോ ദാറ്റ്സ് ഇറ്റ്. ആൻഡ് എല്ലാവരും അവെയർ ആവുക എന്താ നമ്മളെ നാട്ടിൽ നടക്കുന്നതെന്നുള്ളത്. ആൻഡ് നമ്മളെ നാട്ടിൽ നടക്കുന്ന കാര്യത്തിനെ പറ്റി സംസാരിച്ചെന്ന് പറഞ്ഞ് നമ്മളാരും എന്താ പറയുക കുഞ്ഞാവാൻ പോകണില്ല. ബിക്കോസ് ഇന്ന് നമുക്കിത് നടന്നില്ലെങ്കിൽ
നാളെ നമുക്ക് വേണ്ടപ്പെട്ടവർക്കും നമുക്കും ഇത് നടക്കാൻ ചാൻസ് ഉണ്ട്. ഡെഫിനറ്റായിട്ടും ചാൻസ് ഉള്ള കാര്യമാണ്. അത് മനസ്സിലാക്കുക. എനിക്ക് മെയിനായിട്ട് അതാണ് പറയാനുള്ളത്. ഇന്ന് നമ്മൾ സേഫ് സോണിലാണ്, എല്ലാവരും സേഫ് സോണിൽ തന്നെയായിരിക്കും. പക്ഷേ നാളെ എന്തായിരിക്കും എന്നുള്ളത് ആലോചിക്കുക. ഇവർ നമ്മളെ ടച്ച് ചെയ്യത്തില്ല, അല്ലെങ്കിൽ നമ്മളാവത്തില്ല അവരെ വിക്ടിമെന്ന് പറയാൻ പറ്റത്തില്ല. ബിക്കോസ് അത്ര വേഴ്സ്റ്റ് ആവുകയാണ് സിറ്റുവേഷൻ. സോ അറ്റ്ലീസ്റ്റ് റൈറ്റ് നൗ സ്പീക്കപ്പ് ചെയ്യുക. സ്പീക്കപ്പ് ചെയ്ത് ചിലർ, ഇവൻ എൻ്റെ ഹസ്ബൻഡ് എൻ്റെ കുറച്ച് ഇന്നലെ ചോദിച്ചായിരുന്നു, നമ്മളിപ്പം മിണ്ടിയിട്ട് എന്താ കാര്യം, അത് മാറ്റാനൊന്നും പോണില്ലല്ലോ. മാറാൻ പോകുന്നുണ്ടാവും. അറ്റ്ലീസ്റ്റ് മേ ബി എൻ്റെ ഈ വീഡിയോ കാണുന്ന ഏതെങ്കിലും ഒരാൾ മാറിയാലോ, അല്ലെങ്കിൽ ആൾക്കൊരു ബോധം വന്നല്ലോ, ആ ആൾ സംസാരിച്ചാലോ, അറിവില്ലാത്തവർ അറിഞ്ഞൂടാത്തവർ അതിലോട്ട് സ്പ്രെഡ് ചെയ്താലോ. പീപ്പിൾ ഹാവ് ടു നോ. ഇങ്ങനെ തന്നെയാണ് ഓരോ മൂവ്മെൻറ്റും ഹിസ്റ്ററിയിൽ ഉണ്ടായിട്ടുള്ളത്. അങ്ങനെ തന്നെയാണ് നമ്മളെ രാജ്യത്തിന് ഒരു തവണ ഫ്രീഡം അല്ലെങ്കിൽ നമ്മൾ ഇൻഡിപെൻഡൻസ് ഒക്കെ കിട്ടിയിട്ടുള്ളത്. സോ യാ, അത്രയേ ഉള്ളൂ എനിക്ക് പറയാൻ വേണ്ടിയിട്ട്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ഹാൻഡ്ക്രാഫ്റ്റി ആൻഡ് be with democracy. I want my country to be a democratic country. And എൻ്റെ രാജ്യം, എൻ്റെ ഇന്ത്യ എന്ന് പറഞ്ഞാൽ എനിക്ക് അങ്ങനെയാണ്. ഞാനൊരു ആൻറ്റി നാഷണൽ അല്ല. ഐ ആം someone who believes like ഇന്ത്യ എൻ്റെ രാജ്യമാണ്. ഇന്ത്യ ഒരു സ്വർഗ്ഗരാജ്യം ആയിരിക്കണം കേരളത്തിനെ പോലെ. യാ, താങ്ക് യു.